ഞാനിന്ന് 3 ഐറ്റം ദീപാവലി സ്വീറ്റ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ബേസൽ ബർഫിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. ശേഷം 1/4 കപ്പ് നെയ്യ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. 1 കപ്പ് പഞ്ചസാരയിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. അതിലേക്ക് 4 ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടിയും നെയ്യും എണ്ണയും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏത് കപ്പിനാണോ നമ്മൾ പൊടി അളന്നിടുന്നത് അതനുസരിച്ച് പഞ്ചസാരയും പിന്നെ അതിലൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ സിമ്മിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ലൂസായിക്കോളും. നന്നായി ലൂസായി മൂത്ത് വരണം, മൂത്തൊന്ന് ചുമന്ന് വരണം. ഇത് ഗോതമ്പ് പൊടിയും പിന്നെ കടലമാവും നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയാണ് നമ്മൾ ഇളക്കുന്നത്. അതിലേക്ക് കുറച്ചൊരു 4 കാഷ്യൂനട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബദാമായിരുന്നാലും പൊടിച്ചിടാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മൂത്ത് വരണം, മൂത്ത് ഒന്ന് ചുമന്ന് വരണം. ഇറക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി ഇളക്കി അത് നമ്മൾ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഞവടി ഇളക്കി എടുക്കുമ്പോൾ അത് നല്ല ലൂസായിക്കോളും. പഞ്ചസാരയും ഇതും കൂടി രണ്ടും കൂടി നന്നായി ലൂസായിക്കോളും. ഇതുപോലെ നന്നായി ലൂസായി വന്നോളും. ഇത് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച്, നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ചോറ്റ് പാത്രമോ അങ്ങനെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് എടുക്കാം, എല്ലാവർക്കും പറ്റുന്നതാണ്. അത് ഇതിലേക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് അതിലേക്ക് വയ്ക്കാവുന്നതാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ സ്ഥലവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് വെളിയിൽ വെച്ചിരുന്നാലും കുറച്ച് സമയം വയ്ക്കുമ്പോൾ നന്നായിട്ട് കട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എല്ലാ നട്ട്സും ഇതിൽ ചേർക്കാം. ബദാമ, പിസ്തയോ അതുപോലെ എല്ലാ നട്ട്സും നമുക്കിതിൽ ഉള്ളതുപോലെ ചേർക്കാവുന്നതാണ്.
പിന്നെ ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് താത്ത് നന്നായി നിരത്തി വയ്ക്കുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ 1 കപ്പ് കടലമാവ് ആണ് അരിച്ചെടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കട്ടകളൊക്കെ ഉടച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാവുന്നതാണ്. അത് ഞാൻ 2 പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ഒന്നിൽ ഓറഞ്ച് കളർ ഫുഡ് കളർ കൂടി ചേർത്തു. മറ്റൊന്നിൽ ഗ്രീൻ ഫുഡ് കളർ കൂടി ചേർത്തു. 2 കളർ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തത്. ദീപാവലി എന്ന് പറയുമ്പോൾ കളറല്ലേ, അതുകൊണ്ടാണ് ഞാൻ 2 കളർ ലഡു ഉണ്ടാക്കാം എന്ന് കരുതിയത്. രണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇത് വറുത്തെടുക്കുന്നതിനാവശ്യമായ എണ്ണ ചേർക്കാൻ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു കണ്ണാപ്പ എടുത്തിട്ട് അതിൽ കൂടി നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എടുത്തു വച്ചിരിക്കുന്ന മാവ് ഓറഞ്ച് കളറാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് അധികം മൂത്ത് പോവാതെ കോരിയെടുക്കാം. നന്നായി മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി നന്നായി ചുമക്കണ്ട. ഒരു അരപ്പരുവം കഴിഞ്ഞാൽ മതി. ബൂന്തി പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചാണ് എടുക്കുന്നത്. ഇത്തിരി കട്ടയൊക്കെ ആയിപ്പോയാൽ നമുക്ക് മിക്സിയിൽ എടുക്കുമ്പോൾ അത് നന്നായിട്ട് വരും. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാവലി. കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഹാപ്പി ആയിട്ടിരിക്കണം. ബാക്കിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. ശേഷം നമുക്ക് പച്ച കളറിൽ ഉള്ള ബൂന്തി റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരുപാട് എണ്ണയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുത്തിട്ടേ ഉള്ളൂ.
അത് ബൂന്തിയെല്ലാം നമുക്ക് ഈ കണ്ണാപ്പയിലൂടെ ഒഴിച്ച് മൊരിച്ചെടുക്കാവുന്നതാണ്. നന്നായി മൂക്കണ്ട. ഇത് 2 ബൂന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇത് 2ഉം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാൻ ആവശ്യമായ പഞ്ചസാര പാനി റെഡിയാക്കാവുന്നതാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര പാനിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര പാനി റെഡിയാക്കാവുന്നതാണ്. ഇതിൽ ഏകദേശം ഒരു നൂൽ പരുവം, ഒരുപാട് ഒരു നൂൽ പരുവം ആവണ്ട. ഏകദേശം ആവുമ്പോൾ നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ഇടാവുന്നതാണ്. അതിലേക്ക് ഒരു 10 കാഷ്നട്ടും ഒരു 10-15 ഉണക്കമുന്തിരിയും കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് വച്ചിരുന്നത് കുറച്ച് ഈ ലഡുവിലേക്ക് ചേർക്കുന്നു. ചേർത്തൊന്ന് നന്നായി ഇളക്കി അതിൻ്റെ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവും. ഇത് തണുത്ത് വരുമ്പോൾ നന്നായി ഡ്രൈ ആവും. നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് ഞാൻ 1 ടീസ്പൂൺ അതിലേക്ക് ഇട്ടത്. ഒരു ശകലം കൂടി ഇട്ടു. എന്നാലേ ലഡുവിന് നല്ല മണം ഉണ്ടാകും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് എത്ര ക്വാണ്ടിറ്റി വേണോ എടുക്കാം. അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ഏത് കപ്പിനാണോ നമ്മൾ പൊടി അളന്നെടുക്കുന്നത് ആ കപ്പിന് പഞ്ചസാരയും അതുപോലെ അളന്നെടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണും കൂടി അധികം ചേർക്കാം. ഇത് ഇനി അടുത്ത ലഡുവിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാര പാനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് പാനി തയ്യാറാക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ 1 ഡ്രോപ്പ് പച്ച കളറും കൂടി ചേർക്കുന്നു. ഒന്നുകൂടി ഒരു പച്ച കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ 1 ഡ്രോപ്പും കൂടി അതിലേക്ക് ചേർത്തത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ഇടുക. രണ്ട് ബൂന്തി ഞാൻ മിക്സിയിൽ വെച്ച് ഒന്ന് ഉടച്ച് എടുത്തതാണ്. നന്നായിട്ട് പൊടിക്കണ്ട, എന്നാലും ഒരുവിധം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ പറയണം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒന്ന് ഭയങ്കരമായിട്ട് തണുക്കുന്ന മുമ്പേ ഉരുട്ടിയെടുക്കാം. കുറച്ച് നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ്.
നന്നായി തണുത്ത് പോവരുത്. അതിന് മുമ്പായിട്ട് ഉരുട്ടിയെടുക്കാം. ആ മുന്തിരിങ്ങയൊക്കെ ആ ലഡുവിലേക്ക് കാണത്തക്ക രീതിയിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. നല്ല രുചിയും ടേസ്റ്റുമൊക്കെയുള്ള ലഡുവാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ദീപാവലിക്ക് എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം. ഇനി ആ പച്ച ലഡുവും കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത്തിരി ചൂടുണ്ട്. ചൂടോടെയാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇത്രയും ചൂടോടെ ഉരുട്ടിയെടുക്കണ്ട, കുറച്ചുകൂടെ ഇച്ചിരി എന്നാൽ തണുത്ത് പോവരുത്. അതിന് മുമ്പായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ലഡു ഇവിടെ റെഡിയാക്കി എടുത്തു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ 3 ദീപാവലി സ്വീറ്റ്സ്. ബേസൽ ബർഫി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിരുന്നാൽ പെട്ടെന്നത് കട്ടിയായി കിട്ടും ബേസൽ ബർഫി. അല്ലാതെ വെളിയിൽ വെച്ചിരുന്നാലും അതങ്ങ് കട്ടിയായിക്കോളും. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കട്ടിയാക്കി എടുത്തതാണ്. എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം. ദീപാവലി സ്വീറ്റ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ അറിയിക്കണം. താങ്ക് യു.